നമ്മുടെ ഹൃദയത്തിൽ വളരെ ഇടം പിടിച്ചിട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണ്. കാരണം ഈശോയുടെ സ്നേഹം, കരുതലുള്ള സ്നേഹം കരകവിഞ്ഞൊഴുകുന്ന ഒരു പ്രവൃത്തിയാണ് ഈ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. തിബേരിയസ് എന്ന് പറയുന്നത് ഗലീലി കടൽ തന്നെയാണ്. ഗലീലി കടലിൻ്റെ വേറൊരു പേരാണ് തിബേരിയസ്. ആ കടൽക്കരയിൽ കർത്താവ് ചെല്ലാനുള്ള കാരണം നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. ശിഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ ഒരു ദുഃഖ സങ്കട സാഹചര്യമാണ്. നമുക്കറിയാം, ഈ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കാൻ മാർഗത്തിന് അഭയെടുക്കാൻ പോകുന്നു. മറ്റേത് തൊഴിലിനേക്കാളും ഏറ്റവും സുരക്ഷിതത്വം കുറഞ്ഞൊരു തൊഴിലാണത്. കടലിൽ പോയാൽ തിരിച്ചു വന്നെങ്കിലായി. അപ്പോൾ ഉപജീവനത്തിന് വേറൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നത് എന്ന സത്യമാണ്. അങ്ങനെ ജീവൻ പണയം വെച്ച് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി അപ്പന്മാര് വലയിറക്കിയിട്ട് ഒന്നും കിട്ടിയില്ല എന്നുള്ളത് അതിനേക്കാൾ സങ്കടകരമാണ്. ഈ സങ്കടത്തിൻ്റെ ആധിക്യമാണ്, അവരുടെ സങ്കടത്തിൻ്റെ ആധിക്യമാണ് കർത്താവിനെ ഉടൻ തന്നെ അവരുടെ അടുത്തേക്ക് ഓടി വരാൻ കാരണമാക്കുക. ഇതിന് സമാനമായ വേറെ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ശിഷ്യന്മാര് കടലിലൂടെ വഞ്ചിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റടിച്ചു, തിരമാലകൾ ഉയർന്നു. അപ്പോഴേക്കും കർത്താവ് മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ കടലിൽ കിടന്ന് നട്ടം തിരിയുന്നത് മനസ്സിലാക്കിയ കർത്താവ് പ്രാർത്ഥന നിർത്തിയിട്ട് മലയിൽ നിന്ന് ഓടി ഇറങ്ങി വന്ന് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി, അപകടത്തിൽപ്പെടാതെ അവരെ കരക്കെത്തിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലൊരു സാഹചര്യമാണിത്. അവർ ജീവിതോന്മാർഗത്തിന് വേണ്ടി അവർ മീൻ പിടിക്കാൻ പോകുന്നു, അവർക്കൊന്നും കിട്ടുന്നില്ല, അവരങ്ങേറ്റം തകർന്നിരിക്കുന്ന സന്ദർഭത്തിൽ കർത്താവ് ഓടി വന്നിട്ട് ആ വിളിക്കുന്ന പേര് തന്നെ ശ്രദ്ധിക്കുക. എങ്ങനെയാ വിളിച്ചത്? പത്രോസ് എന്നാണ് വിളിച്ചത്. പിന്നെ എങ്ങനെയാ വിളിച്ചത്? മറന്നുപോയോ? ആ കുഞ്ഞുങ്ങളെ കണ്ടോ? ഈശോയേക്കാൾ 2-3 ഇരട്ടി പ്രായം പത്രോസിന് കണ്ടേക്കും. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ സങ്കടത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കർത്താവ് വന്നിരിക്കുന്ന കൈയും വീശിയല്ല. നമ്മൾ ഹോസ്പിറ്റലിൽ രോഗികളെ കാണാൻ പോകുമ്പോൾ എന്ത് വാങ്ങിച്ചുകൊണ്ട് പോകും? മുന്തിരിങ്ങയോ അല്ലേ? സ്ഥിരം പരിപാടിയാണ് മുന്തിരിങ്ങ. പിന്നെ പുളിയുള്ള ആപ്പിള് അത് കൊണ്ടുപോയി കൊടുക്കും അല്ലേ? ചിലപ്പോൾ രോഗിക്കത് ഭാരമാകും. ഇങ്ങനെ വരുന്ന എല്ലാവരും വാങ്ങിക്കോളും, എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അതൊരു സ്നേഹപ്രകടനമാണ്. നമ്മൾ ക്ഷീണിതരെ രോഗികളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോവുക. അപ്പൊ കർത്താവ് ഈ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുമ്പോൾ മീൻ കിട്ടിയില്ല, മീൻ കൊടുത്തതിന് അത്ഭുതമായി. അത് മതിയായിരുന്നു. അവർക്കതാണ് ആവശ്യമായിരുന്നു. 153 മത്സ്യം, വലിയ മത്സ്യമായിരിക്കണം. ആ വല കീറാറാകോളം മത്സ്യം കിട്ടിയപ്പോൾ തന്നെ അവർക്ക് വയറ് നിറഞ്ഞു. എന്നിട്ട് പിന്നെന്തിനാ കർത്താവ് എക്സ്ട്രാ? കർത്താവ് തന്നെ മീൻ ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുക, കർത്താവ് തന്നെ അപ്പം ചുട്ടുകൊണ്ടുവന്നിരിക്കുക. ഞാൻ ആലോചിച്ച്, കർത്താവ് എവിടെ പോയി അപ്പം ചുട്ട് കാണും? ഉയർത്തെഴുന്നേറ്റുകയും ചെപ്പിടിക്കുന്നു, എവിടെ പോയി ഇതൊക്കെ ചെയ്യുന്നത്? എന്നെ വിസ്മയിപ്പിച്ച് കളഞ്ഞ ആ ചിന്ത. നേരത്തെ ആയിരുന്നെങ്കിൽ മാതാവിൻ്റെ അടുത്ത് പോയി കട്ടുകൊണ്ട് പോരായിരുന്നു. എന്താപ്പം ഇതിപ്പോ എവിടെ നിന്നത് കൊണ്ടുവന്നിരിക്കുന്നതെന്നൊരു വ്യക്തപ്പെടുത്താൻ കിട്ടുന്നില്ല. കർത്താവ് അപ്പം റെഡിയാക്കി കൊണ്ടുവന്ന് ഉറപ്പാണ്. റെഡിയാക്കിയാൽ കൊണ്ടുവന്ന് നമുക്ക് ഇന്നത്തെ പോലെ ഈ എൻ്റെ പേരിൻ്റെ ഒരു മെഷീൻ ഉണ്ടോ ചൂടാക്കുന്നത്? എൻ്റെ പേരിന് ഏതാ? അതല്ല, അത് ഓവനല്ല, അല്ല, ചൂടാക്കുന്ന സാധനമുണ്ട്, ഒരു മെഷീനില്ലേ? എന്തോ? അതല്ല, നമ്മൾ ഫ്രിഡ്ജിൽ ഇട്ട സാധനം പെട്ടെന്ന് ചൂടാക്കുന്ന ഓവൻ എന്നാണ് പേര്.
ഈ നാട്ടിലെ പേരെങ്ങനെയായിരിക്കും, പക്ഷെ എൻ്റെ പേരെങ്ങനെയല്ല ശരിക്കും. എന്തോ ആണ്. അപ്പം അന്ന് ആ സിസ്റ്റം ഇല്ലാത്ത കാരണം കർത്താവ് തന്നെ അവരെ കടക്കരയിൽ തീ കൂട്ടി എന്നിട്ട് അതിൻ്റെ മുകളിൽ ചൂടാക്കുകയാണ്, അപ്പം ചൂടാക്കുകയാണ്. നേരത്തെ റെഡിയാക്കിയ മീനാ ഒന്നുകൂടെ ചൂടാക്കി. നമ്മളങ്ങനെയല്ലേ കൊടുക്കുന്നത്, അല്ല ഗസ്റ്റ് വന്നു കഴിയുമ്പം പഴയ സാധനത്ത് കൊടുക്കുമോ? അപ്പൊ ഈശോയുടെ ആ പ്രത്യേക ശ്രദ്ധ കണ്ട് ശിഷ്യന്മാരെല്ലാം വെള്ളത്തിൽ കിടന്ന് മരവിച്ച് വന്നിരിക്കുക. അവർക്ക് കർത്താവ് ഒരു അമ്മയെ പോലെ ആഹാരം ഉണ്ടാക്കി കൊണ്ടുവരുന്നു. അത് അവിടെ വെച്ച് വീണ്ടും ചൂടാക്കിയെടുത്ത് എന്നിട്ട് അവർക്ക് എടുത്തു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. കർത്താവ് തന്നെ അപ്പവും മീനും എടുത്തു കൊടുത്തു. ഇവിടെ ഞാൻ പെട്ടെന്ന് ഓർത്തത് മതബോധന ഗ്രന്ഥത്തിന്റെ 549 നമ്പറാണ്. അത് നമ്മൾ പഠിക്കണം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വിശപ്പ്, രോഗം, മരണം. വിശപ്പ്, രോഗം, മരണം മുതലായ ഭൗമിക തിന്മകളിൽ നിന്ന് ചിലരെ മോചിപ്പിച്ചുകൊണ്ട് യേശു മെസ്സിയാനിക അടയാളങ്ങൾ പ്രവർത്തിച്ചു. എന്നിരുന്നാലും ഭൂമിയിലുള്ള സകല തിന്മകളും ഇല്ലാതാക്കുവാനല്ല അവിടുന്ന് പ്രത്യക്ഷനായത്. പ്രത്യുത മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന പ്രശ്നമായ അവന്റെ പാപത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കാനാണ് അവിടുന്ന് വന്നത്. അപ്പൊ ഈ അപ്പം വർദ്ധിപ്പിച്ചതും ഈ വിശന്ന ശിഷ്യന്മാരെ അപ്പവും മത്സ്യവും കൊടുത്തീറ്റിയതും കർത്താവിന്റെ മഹാസ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും അടയാളമാണെങ്കിൽ പോലും അതൊരടയാളം മാത്രമാണ്. അതിൻ്റെ പിന്നിലുള്ള എന്താ? നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ കർത്താവ് അതീവ ജാഗ്രതയോട് സ്നേഹത്തോടെ ശ്രദ്ധിക്കുന്നെങ്കിൽ അതിനൊക്കെ എത്രയോ അധികമായ ശ്രദ്ധയായിരിക്കും നമ്മുടെ നിത്യജീവനെ സംബന്ധിച്ച്, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെ സംബന്ധിച്ച് യേശുവിനുള്ളതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട്. പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ആകർഷകമായി തോന്നുന്നത് ഈശോ അവർക്ക് അപ്പം കൊടുത്തല്ലോ, അവരുടെ വിശപ്പ് മാറ്റിയല്ലോ എന്നുള്ളതാണ്. അത് ശരിയാണ്, കർത്താവർക്ക് അപ്പം കൊടുത്തു, വിശപ്പ് മാറ്റി. അത് മാത്രം വായിക്കരുത്, അതിൻ്റെ ഒപ്പം ഇതുകൂടെ വായിക്കണം. 549 കണ്ടെങ്കിൽ അവിടെ പറയുകയാണ് ഈ വിശപ്പ് മാറ്റിയതും മരിച്ചവർ ഉയർപ്പിച്ചതും പിന്നെ രോഗികളെ സുഖപ്പെടുത്തിയതെല്ലാം അടയാളങ്ങളായിരുന്നു. യോഹന്നാൻ 20:30 പറയുന്നുണ്ട് എന്താണ് അടയാളങ്ങൾ. അടയാളങ്ങളുടെ ഉദ്ദേശം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ആ യേശുക്രിസ്തുവായുള്ള സ്നേഹബന്ധത്തിലേക്ക് നമ്മളെ ആകർഷിക്കുവാൻ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. ഈശോ പറഞ്ഞില്ലേ, ഞാൻ മുന്തിരിച്ചിട്ട് നിങ്ങൾ ശാഖകളുമാകുന്നു. അപ്പൊ ഈശോയിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ നമ്മൾ മരിച്ചവരെ പോലെയാകും. ഒരു തായ്മരത്തിൽ നിന്ന് ഒരു ശാഖ ഒന്ന് പൊട്ടിച്ചാൽ പിന്നെ ആ ശാഖ ഉണങ്ങിപ്പോകുന്ന പോലെ ഈശോയോടുള്ള സ്നേഹബന്ധത്തിലും കൂട്ടായ്മയിൽ നമ്മൾ നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ മരിച്ചവരെ പോലെ തന്നെയാണ്. അപ്പൊ ഈശോ ഈ അടയാളമൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയാ, യേശുക്രിസ്തുവിനോട് നമ്മളെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് പിന്നീട് 5 അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, 5 അപ്പം വർദ്ധിപ്പിച്ച് 5000 പേര് തീറ്റിയ ശേഷം പിറ്റേന്ന് ആളുകൾ പതിവിൽ നേരത്തെ എത്തി. കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. കർത്താവ് പറയുക, നിങ്ങൾ ഇന്ന് ഇത്രയും താല്പര്യം കാണിക്കുന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ചത് കൊണ്ടാണ്. അപ്പൊ രണ്ടാണ്. അപ്പം ഭക്ഷിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് അടയാളമായിട്ട് കാണുന്നില്ല. ഇവര് അടയാളമായി കണ്ടിരുന്നെങ്കിൽ അവർ അപ്പത്തിനപ്പുറത്തേക്ക് പോയേനെ. അപ്പത്തിനപ്പുറത്തേക്ക് പോകുക അർത്ഥം എന്താ? അപ്പം എന്ന യാഥാർത്ഥ്യം ഒരു യാഥാർത്ഥ്യമാണ്, പക്ഷെ അത് അടയാളമാണ്. അപ്പത്തിന്റെ അപ്പുറത്തുള്ള യാഥാർത്ഥ്യം എന്താ? യേശു തന്നെയാണ്. അതാണ് ഈശോ പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. അതുകൊണ്ട് സഭാപിതാക്കന്മാർ ഈ യോഹന്നാൻ 21 പറഞ്ഞിരിക്കുന്ന യേശു വന്ന് അവർക്ക് അപ്പം എടുത്തു കൊടുത്തു മത്സ്യവും എന്ന ഭാഗം
സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെടുത്തിയാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതിന് സമാനമായ സംഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇതേ ഒരു കോണ്ടെക്സ്റ്റാണ്. 2 ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് തിരിച്ചു പോകുന്നു. യേശുക്രിസ്തുവിന്റെ പീഡാസഹനവും മരണവും അവർക്ക് പിടിച്ചില്ല. അവർക്ക് ഉറപ്പായി തോന്നി ഇനി ഇങ്ങനെയുള്ളവന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ലാതെ അവർ തിരിച്ചു പോകുകയാണ്. അപ്പൊ ഈശോ എന്താ ചെയ്യുന്നത്? അവരുടെ കൂടെ ചെന്ന് അവരുടെ സങ്കടങ്ങളെല്ലാം കേട്ടു. പക്ഷേ പ്രതിപതി എന്താ ചെയ്തത്? പ്രതിപതി ചെയ്തത് കർത്താവിനെ കണ്ണീർ ഉടച്ചു കൊടുക്കുകയല്ല ചെയ്തത്, മറിച്ച് പ്രതിപതിയായി ചെയ്തത് അവരെ കൂട്ടിക്കൊണ്ട് മുറിക്കകത്ത് കയറി കുർബാന അർപ്പിച്ചു. കുർബാന അർപ്പിച്ചപ്പോൾ അവിടെ കണ്ണ് തുറന്നാ പറയുന്നത്. അത് കർത്താവ് തിരിച്ചറിയുകയും ചെയ്തു. അപ്പോൾ ഈ അപ്പം വർദ്ധിപ്പിച്ച് തീറ്റുക എന്നുള്ളത് ഒരു അടയാളമായി കണ്ടേ പറ്റൂ. നമ്മൾ അതിനപ്പുറത്തേക്ക് പോകണം. അപ്പുറത്ത് നിൽക്കുക എന്താണ്? യേശു എന്ന വ്യക്തിയാണ്. അവൻ തന്നെയാണ് യഥാർത്ഥ ഭക്ഷണം. അതാണ് ഈശോ ഒരിക്കൽ പറഞ്ഞു, എന്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല. തിന്നുന്നതിനെ പറ്റിയല്ല പറയുന്നത്, എന്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ദാഹിക്കുകയുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഈശോ ചെയ്ത എല്ലാ അത്ഭുതങ്ങളുടെയും, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത്, മരിച്ചവരെ ഉയർപ്പിച്ചത്, കൊടുങ്കാറ്റ് ശാന്തമാക്കിയത്, അപ്പം വർദ്ധിപ്പിച്ചത്, എല്ലാത്തിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ. എന്താ? എല്ലാവരെയും യേശുക്രിസ്തു എന്ന രക്ഷകന്റെ പക്കലേക്ക് ആകർഷിച്ചു കൊണ്ടുവരിക. പാപത്തോട് വിട പറഞ്ഞ് വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തുവിൽ ഒന്നായി ചേരുക. അങ്ങനെ ഭൂമിയിൽ ജീവിച്ച് നിത്യതയിലേക്ക് പ്രവേശിക്കണം. ഈ ലക്ഷ്യം നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഇത്രയും ഉയർന്ന ചിന്തയിലേക്ക് പോകാറില്ലെന്നുള്ളതാണ് സത്യം. പെട്ടെന്ന് ഭൗതിക അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിൽ നമ്മൾ ആവേശം കാണിക്കുമ്പോൾ അന്ന് 5 അപ്പം തിന്ന് വയറിറച്ചതിന്റെ പേരിൽ പിറ്റേന്ന് കർത്താവിൻ്റെ അടുത്ത് ഓടിക്കൂടിയവരെ കർത്താവ് ശാസിച്ചു. നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ലല്ലോ അപ്പം തിന്നതുകൊണ്ടല്ലേ വന്നത്. എന്നിട്ടൊരു വഴക്കം പറയുന്നുണ്ട്. ഇങ്ങനെയാ പറയുന്നത്, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കരുത്, നശ്വരമായ അപ്പത്തിന് അധ്വാനിക്കരുത്. എന്നിട്ട് പറയാണ് അനശ്വരമായ അപ്പത്തിന് അധ്വാനിക്കാം. എന്താണ് ഈ അനശ്വരമായ അപ്പം? യേശു തന്നെയാണ്. അപ്പോൾ അടയാളങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് പോകണം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകും. എന്താണ്? നമുക്ക് ലൂർദ് ഹോസ്പിറ്റൽ വിചാരിക്കുക. ലൂർദ് ഹോസ്പിറ്റൽ നമ്മൾ വരുമ്പോൾ ഒരു ബോർഡ് കണ്ടു, ലൂർദ് ഹോസ്പിറ്റൽ. ആ ബോർഡ് ലൂർദ് ഹോസ്പിറ്റലല്ല, ലൂർദ് ഹോസ്പിറ്റലിലേക്കുള്ള ഒരു വിരൽച്ചൂണ്ടിയാണ്. അപ്പൊ നമ്മൾ ആ ബോർഡ് കണ്ടിട്ട് ഇതാണ് ഹോസ്പിറ്റൽ എന്ന് അവിടെ ഇരിക്കുമോ? ഇല്ല, അത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ അടയാളം മാത്രമാണ്. അപ്പൊ ഈ അപ്പം വർദ്ധിപ്പിച്ച് അന്ന് ഈ ശിഷ്യന്മാരെ കടൽത്തീരത്ത് അത്ഭുതം ചെയ്ത് 2 വഞ്ചി നിറയെ മീൻ പിടിച്ചതും അവര് കരയ്ക്ക് വന്നപ്പോൾ ഈശോ അപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നതും അത് ചൂടാക്കി കൊടുത്തതും എല്ലാം അടയാളമാണ്. അടയാളത്തിന്റെ ഉദ്ദേശം എന്താ? അവിടെ തന്നെ പറയുന്നുണ്ട്, പത്രോസ് ഉടനെ തന്നെ ഒരു ഏറ്റുപറച്ചിൽ, കർത്താവേ ഞാൻ പാപിയാണ്. ഇതാണ് അടയാളം കാണുമ്പോൾ ഉണ്ടാവേണ്ടത്. അടയാളം കാണുമ്പോൾ ഈശോയെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലേക്ക് വന്നു. കർത്താവേ ഞാൻ പാപിയാണെന്ന് പറയുന്നത് ഈശോയെ സ്വീകരിക്കാനുള്ള ഒരുക്കം മാത്രമാണ്. അത് ഇന്ന് കുർബാനയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കുർബാന സ്വീകരണത്തിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. അപ്പൊ അടയാളം കാണുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ഓർക്കണം, അത് തന്നെ ഒന്നുമല്ല, അത് ഒരു വിരൽച്ചൂണ്ടിയാണ്. എങ്ങോട്ടുമാണ്? യേശുക്രിസ്തുവിലേക്ക് ഓടിയെത്താൻ, യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ. ഇപ്പൊ ഈ ഈശോയെ സ്വീകരിക്കാൻ എന്ന് പറയും പലപ്പോഴും നമ്മൾ ദീപികാരണ സ്വീകരണം മാത്രമായി കരുതും. അതല്ല, ഈശോയെ സ്വീകരിക്കുക എന്നതിനർത്ഥം എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവും ഈശോയാക്കി ഞാൻ മാറ്റുക, എൻ്റെ ജീവിതം പൂർണ്ണ ഈശോയെ കൊടുക്കുക, ഈശോയ്ക്ക് അടിയറയ്ക്കുക എന്നൊക്കെയാണ്. ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ കടൽത്തീരത്ത് പ്രത്യക്ഷപ്പെട്ട കർത്താവിനെ യോഹന്നാനാണ് ആദ്യം മനസ്സിലാകുന്നത്. 7 ശിഷ്യന്മാരവിടെ ഉണ്ടെങ്കിലും അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ എന്താ യോഹന്നാന്റെ പ്രത്യേകത? യോഹന്നാൻ ഈശോയുമായിട്ട് കൂടുതൽ അടുത്ത ബന്ധമുള്ള ആളാണ്.
അപ്പൊ ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ വളരുന്നവർക്ക് ഈ അടയാളങ്ങൾക്കപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈശോ തരുന്ന ഈ അനുഗ്രഹങ്ങളെക്കാൾ അധികം ഈശോ തന്നെയാണ് അവരുടെ ആകർഷണം. ഈശോ തരുന്ന ഈ അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ വിലപ്പെട്ടത് ഈശോയാണ്. ഈശോ തരുന്ന എല്ലാ നന്മകളെക്കാളും പ്രധാനപ്പെട്ടത് ഈശോ തന്നെയാണ്. അപ്പൊ ഈശോയെ അന്വേഷിക്കുക, അതാണ് നമ്മുടെ മത്തായി 6:33 പറയുന്നത് തന്നെയാണ്. നിങ്ങൾ ആദ്യം ദൈവത്തെ അന്വേഷിക്കുക, ദൈവരാജ്യം അന്വേഷിക്കുക, അതോടെ മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ യാതനാപനം പിടിച്ചുകൊണ്ട് ആ തിബേരിയസ് കടലിൽ മീൻ പിടിച്ച് അവശരായ, വലഞ്ഞ, അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന ആ ശിഷ്യന്മാരുടെ സ്ഥാനത്ത് നമ്മളെ കാണാം. എല്ലാവരും കണ്ണടച്ച് പിടിക്കുക. രണ്ട് തരത്തിൽ ഇത് ചിന്തിക്കാം. ഒന്ന് ആധ്യാത്മികമായിട്ട് തന്നെയാണ്. എത്രയോ കൊല്ലങ്ങളായി നമ്മൾ ഈ പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നു, എന്നിട്ട് കാര്യമായ ഒന്നും നമ്മൾ സമ്പാദിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിൻ്റെ മേഖലയിൽ കാര്യമായ ഒന്നും സമ്പാദിച്ചിട്ട് ഇപ്പോഴും കർത്താവിനോട് അടുത്ത ബന്ധത്തിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല. പാപം മൂലം പലപ്പോഴും കർത്താവിൽ നിന്ന് അകന്നകന്നകന്നു പോകുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോയോട് പറയാം, ഈശോയെ, എത്രയോ പ്രാവശ്യം ഞാൻ കൂടി, എത്രയോ തവണ ഞാൻ നല്ല തീരുമാനങ്ങൾ എടുത്തു, പക്ഷേ ഞാൻ കൂടെ വീണു പോകുന്നു കർത്താവേ. ഞാൻ പരിശ്രമിച്ചിട്ടും വിജയിക്കുന്നില്ല കർത്താവേ. ചില തിന്മകളോട് വിട പറയാൻ എനിക്ക് സാധിക്കുന്നില്ല കർത്താവേ. ചില പാപദൃശ്യം എന്നെ എപ്പോഴും വരിഞ്ഞ് മുറുക്കുന്നു കർത്താവേ. എനിക്ക് ശരിയായ പ്രാർത്ഥനയിൽ വരാൻ സാധിക്കുന്നില്ല കർത്താവേ. എൻ്റെ ആത്മാവ് പതറിപ്പോകുന്നു, എൻ്റെ മനസ്സിൽ മുഴുവൻ പല വിചാരങ്ങൾ വരുന്നു. എനിക്ക് ശരിയായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല കർത്താവേ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അന്ന് രാത്രി അധ്വാനിച്ചിട്ട് മീൻ കിട്ടാത്ത ആ സാഹചര്യം എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ട്. ഞാൻ ഒരുപാട് നാളായി പരിശ്രമിക്കുന്നു, പക്ഷേ എത്തേണ്ടിടത്ത് എത്തുന്നില്ല കർത്താവേ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നില്ല കർത്താവേ. കർത്താവിനോട് വേദനയോടെ പങ്കുവയ്ക്കാക്കാൻ. രണ്ടാമത്തെ അർത്ഥം ഇതാണ്, നമ്മുടെ ഭൗതിക ജീവിതത്തിലുള്ള തകർച്ചകളാണ്. ജോലിയില്ല, സാമ്പത്തികമായി കടബാധ്യതയാണ്, കുടുംബത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്, മക്കൾ പ്രതീക്ഷിച്ചതുപോലെ നല്ല രീതിയിലേക്ക് വളർന്നു വരുന്നില്ല, ജീവിത പങ്കാളിയിൽ നിന്ന് കുടുംബത്തിന് ഒരു നന്മ വരുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രണ്ടാമത്തെ കാര്യമാണ്. ആദ്യത്തെ കാര്യം ആധ്യാത്മിക ജീവിതത്തിലുള്ള നമ്മുടെ ഇല്ലായ്മകളാണ്. ആത്മീയ ജീവിതത്തിൽ നമ്മുടെ പോരായ്മകളും തകർച്ചകളുമാണ്. രണ്ടാമത്തേത് നമ്മുടെ ഭൗതിക ജീവിതത്തിലുള്ള ഇല്ലായ്മകളാണ്. എല്ലാ ഇല്ലായ്മകളും കർത്താവിന് സമർപ്പിക്കുകയാണ്. ശിഷ്യന്മാരുടെ ഇല്ലായ്മയാണ് കർത്താവിനെ അത്രയും വെളുപ്പാൻ കാലത്ത് അവരുടെ അടുത്തേക്ക് ഓടാൻ പ്രേരിപ്പിച്ചതെങ്കിൽ നമ്മുടെയും ആധ്യാത്മിക ജീവിതത്തിൽ ഇല്ലായ്മകളും ഭൗതിക ജീവിതത്തിൽ ഇല്ലായ്മകളും കർത്താവ് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളെ ഈ നിസ്സഹായ അവസ്ഥയിൽ ഓടിയെത്തി സഹായിക്കാൻ കർത്താവ് ഇതാ ഇവിടെ ഉണ്ട്. കർത്താവ് ഇതാ ഇവിടെ ഉണ്ട്. ആ തിബേരിയസ് കടൽ തീരം തന്നെയാണ് ഈ ദേവാലയം. ആ തിബേരിയസ് കടൽത്തീരത്ത് വന്നു നിന്ന ഈശോ ഈ ബലിപീഠത്തിൽ വന്ന് നിൽപ്പുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും സങ്കടങ്ങൾ കണ്ടിട്ട് വന്നിരിക്കുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കാൻ കർത്താവിന് സാധിക്കും. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ വരണമേ, നിസ്സഹായരായ ഞങ്ങളുടെ മക്കളിലേക്ക് നാഥാ വരണമേ.
വേദനിച്ചു വലഞ്ഞ കഷ്ടപ്പെട്ട് നിറയുന്ന ഞങ്ങളുടെ പക്കലേക്ക് നാഥാ നീ വരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വലതുവശത്ത് വലയിടുക എന്ന് അന്ന് കൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലുള്ള തകർച്ചകളിൽ നിന്ന് കരകയറുവാനുള്ള വഴികൾ നാഥാ പറഞ്ഞു തരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലും ഭൂമിയിലും എനിക്ക് അധികാരമുണ്ടെന്ന് കൽപ്പിച്ച നാഥാ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള അങ്ങയുടെ അധികാരങ്ങൾ പ്രയോഗിക്കണമേ. കഷ്ടതയിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ആത്മീയ നാശത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത് കർത്താവാണ് എന്ന് യോഹന്നാൻ പറഞ്ഞതുപോലെ യേശുവേ ഞങ്ങൾ അങ്ങേയത്താരികൾ കാണട്ടെ. ഈ പരിശുദ്ധ കുർബാനയിൽ അങ്ങേയുള്ള നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നു. ഈ ബലിയർപ്പിക്കുന്ന ഈശോയെ നീ തന്നെയാകുന്നു. ഈ ബലിയിലെ പ്രാർത്ഥനകളെല്ലാം പിതാവിന്റെ ഉയർത്തും നീ തന്നെയാകുന്നു. യേശുവേ ഞങ്ങൾ ശരണം മുഴുവൻ നിന്നിൽ വയ്ക്കുന്നു, നിന്നിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലേക്ക് നാഥാ കടന്നു വരണമേ. തിന്മയുടെ അടിമത്തങ്ങൾ മോചിപ്പിക്കണമേ. കടത്തദോഷങ്ങൾ മോചിപ്പിക്കണമേ. പാപത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാൻ വന്നിരിക്കുന്നു അവർക്ക് ജീവനുണ്ടാകാനാണ്, അത് സമൃദ്ധമായി ഉണ്ടാകാനാണ്. കർത്താവേ ഞങ്ങളുടെ ആധ്യാത്മിക ജീവനെ പുനരുദ്ധരിക്കുവാൻ നാഥാ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
കണ്ണുകളടച്ച് വിശ്വാസത്തെ പ്രാർത്ഥിക്കാം. നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു. യേശുവിന്റെ പക്കൽ വന്ന് രക്ഷ പ്രാപിച്ച എല്ലാവരോടും പറഞ്ഞ വാക്കതാണ്, നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? വിശ്വാസം സഭ പഠിപ്പിക്കുകയാണ്. വിശ്വാസം എന്നത് ബുദ്ധിയും മനസ്സും അസ്തിത്വം മുഴുവനും ദൈവത്തിന് അടിയറ വയ്ക്കുന്നതാണ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം ഓരോ വ്യക്തിയും തന്നെ മുഴുവനായും ദൈവത്തിന് അടിയറ വയ്ക്കുക, ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. തന്റെ ഇല്ലായ്മകളിലും പരിമിതികളിലും തകർച്ചകളിലും സങ്കടപ്പെടുന്നതിന് പകരം കർത്താവിന് എല്ലാം സാധ്യമാണ്. അവിടുന്ന് സർവശക്തനാണ്, സ്വർഗത്തിന്റെ മുന്നിൽ അധികാരമുള്ളവനാണ്, മരണത്തെ പോലും തോൽപ്പിച്ച് എഴുന്നേറ്റവനാണ് എന്നുള്ള സത്യം മനസ്സിലാക്കി യേശുവിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുക, ഹൃദയം കർത്താവിൽ എത്തുക. എന്നെ കൊണ്ട് ഒന്നും സാധിക്കുകയില്ല തിരിച്ചറിയുക. എന്റെ കഴിവ് കൊണ്ടോ ആഗ്രഹം കൊണ്ടോ പരിശ്രമം കൊണ്ടോ എനിക്കൊന്നും എത്താൻ പറ്റുകയില്ല തിരിച്ചറിയുക. കർത്താവിന് എല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കണം. നിനക്ക് എന്റെ കൃപ മതിയെന്ന് പറഞ്ഞ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള എല്ലാ വീഴ്ചകളും കുറവുകളും പോരായ്മകളും പരിമിതികളും തകർച്ചകളും വിട്ടുകൊടുക്കൊണ്ട് പ്രാർത്ഥിക്കാം. ആത്മാവിനെ കർത്താവ് സുഖപ്പെടുത്തുമ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിലുള്ള കാര്യങ്ങളിലേക്കെല്ലാം സ്വാഭാവികമായി കൃപ വന്ന് നിറഞ്ഞുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാവാണ് ശരീരത്തെക്കാൾ പ്രധാനപ്പെട്ടത്. അന്ന് തന്നെ പറയുന്നുണ്ട്, യോഗം ഞാൻ 6:63 ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ തരുന്നത്. ഈ വചനത്തിന്റെ അർത്ഥം ശരീരം ഒന്നിനും കൊള്ളുകയില്ലെന്നല്ല, മറിച്ച് ആത്മാവുമായി താരതമ്യം ചെയ്യുമ്പോൾ ശരീരം അത്രയ്ക്ക് പ്രധാനപ്പെട്ടതല്ല എന്നാണ്. ആത്മാവാണ് സർവപ്രധാനമായിട്ടുള്ളത്. അതിനോട് തുലനം ചെയ്യുമ്പോൾ പറയാവുന്നൊരു വാക്കാണ് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ തിരിച്ചറിയട്ടെ, എന്റെ ശാരീരിക കാര്യങ്ങളെക്കാൾ എന്റെ ഭൗതികമായ ആവശ്യങ്ങളെക്കാളും വളരെ 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 ഉയർന്നത് പ്രധാനപ്പെട്ടത് എന്റെ ആത്മാവിന്റെ ആവശ്യമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള വരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. എന്റെ ആത്മാവിലേക്ക് അങ്ങയുടെ കൃപാവരെ ഒഴുക്കണമേ, 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 എന്റെ ആത്മീയ ജീവിതത്തെ അവിടുന്ന് രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനസ്നാനത്തിലൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആലയമായി തീർന്ന എന്റെ ആത്മാവിനെ അവിടുന്ന് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്താൽ തകർന്നത് എന്റെ ആത്മാവിനെ പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനുഷ്യ ലോകം മുഴുവൻ നേടിയാലും എന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്റെ പ്രയോജനം? മനുഷ്യ ലോകം മുഴുവൻ നേടിയാലും എന്റെ ആത്മാവ് നഷ്ടപ്പെട്ട എന്റെ പ്രയോജനം? അത് കർത്താവ്, എന്റെ ഭൗതിക ജീവിതത്തിലെ ആവശ്യങ്ങളെപ്പറ്റി ഞാൻ തോരാ കണ്ണീര് വീഴ്ത്തുമ്പോൾ എന്റെ ആത്മീയ ജീവിതത്തെപ്പറ്റി ശ്രദ്ധിക്കാറ് പോലുമില്ല. എന്റെ ആത്മീയ ജീവിതമാണ് ഭൗതിക ജീവിതത്തിന് പരമപ്രധാനമെങ്കിലും ആത്മീയ ജീവിതത്തെപ്പറ്റി ശ്രദ്ധിക്കാറ് പോലുമില്ല. കർത്താവെ, എന്നോട് കരുണയായിരിക്കണമേ, കരുണയായിരിക്കണം. എന്റെ ആത്മീയ ജീവിതത്തിലേക്ക് എന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഞാനെന്നെ വിളിക്കുന്നു, എന്റെ വിശുദ്ധ ജീവിതത്തിലേക്ക് ഞാനെന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അശുദ്ധിയിൽ നിന്ന് മോചിപ്പിക്കണമേ, പഴക്കദോഷങ്ങൾ രക്ഷിക്കണമേ, എല്ലാ പാപസ്വഭാവങ്ങളിൽ മോചിപ്പിക്കണമേ.
തിന്മയുടെ ആധിപത്യം നശിപ്പിക്കണമേ. എന്റെ ആത്മാവിൽ കടന്നുകൂടിയ പൈസയായ ആധിപത്യങ്ങളെ തകർക്കണമേ. എന്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കണമേ. ലോക അറിവുകൾ എന്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കണമേ. ലൗകിക മോഹങ്ങൾ എന്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കണമേ. പാപചിന്തകൾ തന്നെ സ്വതന്ത്രമാക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, എന്റെ ആത്മാവിലേക്ക് അങ്ങോട്ട് കുറവ് വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ആത്മാവിലേക്ക് നിങ്ങൾ കുറവ് വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, താൽക്കാലികമായിട്ട് മാത്രം എന്റെ ശരീരത്തിൽ അസ്തിത്വമുള്ളൂ. ഞാൻ മരിക്കുന്നൊരു ശരീരം കെട്ടുഭൂമിയിൽ ഇല്ലാതാകും. എന്നാൽ എന്റെ ആത്മാവാണ് നിലനിൽക്കുന്നതും മരണത്തേക്കുൾ അതിജീവിക്കുന്നതും. ദൈവമായ കർത്താവേ, എന്റെ ആത്മാവിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവനാക്കണമേ. എന്റെ ആത്മാവിലേക്ക് എന്നെ ഉറ്റുനോക്കാൻ പഠിപ്പിക്കണമേ. എന്റെ ആത്മാവിനെ അങ്ങ് സൗഖ്യമാക്കണമേ. എന്റെ ആത്മാവിനെ അങ്ങ് ജീവൻ തരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളുവെന്ന് എന്റെ ആത്മാവിനെ ഉജ്ജീവിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളുവെന്ന് എന്റെ ആത്മാവിനെ ഉജ്ജീവിപ്പിക്കണമേ. പാപമൂലം മരണാസന്നമായ എന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളുവെന്ന് ഉജ്ജീവിപ്പിക്കണമേ. ഉണർത്തണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. എന്റെ ആത്മാവിന്റെ ദൗർബല്യങ്ങൾ ഇല്ലാതാക്കണമേ. പാപത്തിന്റെ ആവർത്തനവേള എന്റെ ആത്മാവ് ദുർബലമായി പോയി, ബലഹീനമായി പോയി. എന്നെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ.
ആത്മാവിനെ പരിപോഷിപ്പിക്കാൻ ജീവന്റെ അപ്പമായി തീർന്നവരെ, എന്റെ ആത്മാവിനെ പോഷിപ്പിക്കാൻ ജീവന്റെ അപ്പമായി തീർന്നവരെ, എന്റെ അടുക്കള വരുന്നതിന് വിശ്വസിക്കുകയില്ല, എന്ന് വിശ്വസിക്കുന്നതും ദാഹിക്കുകയില്ല എന്ന് അങ്ങ് അറിയിച്ചപ്പോൾ ഭൗതികമായ വിശ്വസിനും ദാഹത്തിനും പറ്റിയല്ല എന്ന് പറഞ്ഞതെന്ന് സ്പഷ്ടമാണല്ലോ. നാഥ, എന്റെ ആത്മാവിന്റെ വിശപ്പ് തിരിച്ചറിയാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ ആത്മാവിന്റെ ദാഹം തിരിച്ചറിയാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ ആത്മാവിന്റെ വിശപ്പും ദാഹവും തീർക്കുന്ന ജീവന്റെ അപ്പമായ യേശുവേ, ജീവന്റെ അപ്പമായ യേശുവേ, മാരകമായ പാപങ്ങൾ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവേ ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്നു. യേശു പാപനാശത്തിൽ നിന്ന് ദൈവമക്കളുടെ മനുഷ്യരുടെ ദൈവമക്കൾ പദവിയെ ധ്വംസിക്കുന്നതും എല്ലാത്തരം ബന്ധനത്തിലേക്ക് അവരെ വലിച്ചെടുക്കുന്നതുമായ പാപദാസ്യത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനാണ് അവിടുന്ന് മനുഷ്യനായി അനുഭവിച്ചതും ഭേദമായിട്ട് കുരിശിൽ മനുഷ്യത്താണ് ചെയ്തതും. യേശുവേ, ഈ ആരാധന ആലയത്തിൽ അങ്ങ് വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ എല്ലാവരെയും എല്ലാവിധ പാപ അടിമത്തങ്ങളിൽ സ്വതന്ത്രരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്വേഷം, വൈരാഗ്യം, അസൂയ, വാശി, വിധി പ്രസ്താവിക്കൽ, ശത്രുത, കലഹം, അശുദ്ധി, വ്യഭിചാരം, മദ്യപാനം, മയക്കുമരുന്ന് മുതലാളിയിൽ നിന്നെല്ലാം കർത്താവേ ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാലാഹ യേശുപിതാവിനോട് സന്ദേശത്തിൽ പറയുകയാണ്, മറിയത്തെ ഭാര്യയെ സ്ത്രീകൾ ശബ്ദിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നാണ്. അവളൊരു പുത്രനേറ്റ് സ്വരൂപം ജീവന് ഈശോ എന്ന് പേര് നൽകണമെന്നാൽ അവന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓർമ്മ വെച്ച നാളുകൾ മുതൽ ഇപ്പോൾ വരെ ആവർത്തിച്ചാൽ ചെയ്ത പാപ സ്വഭാവങ്ങളിൽ നിന്ന് യേശുവേ ഞങ്ങളെ വിടുവിക്കണമേ, രക്ഷിക്കണമേ, മോചിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവരുടെ യേശുവിന്റെ പേര് നൽകുന്നവൻ തന്റെ പുറത്ത് അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങേക്ക് മാത്രം പ്രധാനാകുന്ന സമഗ്രമായ മോചനം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുകയും അപ്പോൾ മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടുമെന്നതിന്റെ അർത്ഥം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ അങ്ങ് നേരിട്ട് നിറവേറ്റി തരുമെന്നാണല്ലോ നാഥ. ഇത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ.
ആത്മാവിൻ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ ഞങ്ങളുടെ ഭൗതിക ആയുസ്സുകൾ ചോദിക്കാതെ തന്നെ അങ്ങ് നൽകി തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ ജീവരക്തത്തോളം വിലയുണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാവിന്. ഈ ലോകത്തിൽ എല്ലാ സ്വത്തിനേക്കാളും സമ്പത്തിനേക്കാളും വിലയുണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാവിന്. ഹല്ലേലൂയ. ഇത് ഗ്രഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ ഛായയും